സൗണ്ട് ഉണ്ടാവില്ല എന്നാണ് വരലില്ല. രണ്ടുമില്ല വരലേ ഇല്ല. സമയത്ത് ആരാണ് ഏറ്റവും സൗണ്ടിലുണ്ടാകുന്നത്? ഡ്രസ്സിംഗ് റൂമിൽ പോയിക്കൊണ്ടിരിക്കും. ചക്കക്കുരു തിന്നവരും പരിപ്പ് കറി കൂട്ടിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമോൺ നമുക്ക് കുറച്ച് വളിക്കഥ പറയാന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഒരു ഹെഡ്ഫോൺ വെക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വള്ളികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വള്ളി എന്നൊരു സാധനം ഇപ്പൊ പുറത്തേക്ക് പറയുന്നതുകൊണ്ട് വല്ല തെറ്റുള്ളൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളും ഞങ്ങളും എല്ലാവരും ഇടുന്നതൊക്കെ തന്നെയാണ് ഈ വളി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഈ വളിക്കഥയ്ക്ക് ഇടയിലൂടെ കേട്ട മറ്റൊരു കാര്യമുണ്ട്, അത് കുറച്ച് ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഹെഡ്സെറ്റ് വെച്ചോളാൻ പറഞ്ഞുള്ളത്. എന്തായാലും റണ ഫാത്തിമയ്ക്ക് ഇനി വീട്ടിലിരുന്നിട്ട് ഇടാം, വേറെ കുഴപ്പമൊന്നുമില്ല. ചക്കക്കുരു അടിച്ച് കയറ്റിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് കറി കുത്തി കയറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല സമൃദ്ധിയായിട്ട് അങ്ങ് ചെയ്യാം, അത്ര തന്നെ. പുറത്തു പോയി അറിഞ്ഞില്ലേ, പുറത്തായി. ഇന്നത്തെ എപ്പിസോഡിലാണ് കാണിക്കുക അനൗദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികമല്ലാത്തതുമായിട്ടുള്ള പല മേഖലകളിൽ നിന്നും കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു റണ ഫാത്തിമ ഈസ് ഇവിക്റ്റഡ്. വോട്ടിങ്ങിൽ ഏറ്റവും താഴെ അവരെ കിടക്കുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളതാണ്. നൂറ അതിലൊക്കെ ഇതിൽ വന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ, ആ നൂറ ലക്ഷ്മി വിഷയവും കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പാവം ലക്ഷ്മിക്ക് മാത്രം വോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഷാനവാസിനും ലക്ഷ്മിക്കൊക്കെയാണ് വോട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു പാവത്തിന് ആരും നോക്കിയില്ലടോ. ഇനിയിപ്പോ എന്തായാലും ബോയ് ഫ്രണ്ടിനൊപ്പം ഇരുന്ന് കാറിലോ വല്ല പാർക്കിലോ ഇരുന്നിട്ടൊക്കെ ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വളിദിനം നേരുന്നു. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. കേൾക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു നല്ല ഒരു സർക്കസ് കോമാളിത്തരം കണ്ടതിന് ശേഷം തുടങ്ങാം. ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിക്കോട്ടെ അല്ലേ, കാണാം. എന്ത് സംഭവം? എന്താ സർക്കസ്? അതാണ് കോമാളി. ആനയാണത്ര. ആനക്കിപ്പോ ആടിന്റെ സൗണ്ട് ഒക്കെയാണ്. ആന എങ്ങനെ മോളെ കറിയാ? എന്ത് രസമായിരുന്നില്ലേ കോമാളിത്തരങ്ങളെ കാണാന്. പാവം ഇനിയിപ്പോ കോമാളിത്തരങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസിന്റെ ഉള്ളിൽ ആകെ ഒരു കോളിംഗ് ബെല്ലായിരുന്നു, അതും പോയി. കൊള്ളാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു വളിക്കഥയിലേക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്നത് ഒണിയൻ ചേട്ടനാണ്. ഒണിയൻ ചേട്ടൻ അതായത് പരിപ്പ് കറിയുടെ സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും കേക്ക്. വള്ളി വിട്ടു നീ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ പ്രധാന വളിയാശാനായിട്ട് ആളെ നമുക്ക് അങ്ങ് ഏൽപ്പിക്കാം കേട്ടോ. കാരണം ആൾക്ക് അതിന് മാത്രമുള്ള ഒരു ആഘാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് യാതൊരു പഞ്ഞും ഉണ്ടാവില്ല ഈ വളിക്ക്. അതുകൊണ്ടൊക്കെ തന്നെ ആദ്യമായി വളിക്കഥ പറയുന്നതും ചേട്ടനാണ്. അപ്പൊ വളിയാശാൻ മൂപ്പര് തന്നെ. എന്നാൽ ശോഭ എന്ന് പറയുന്ന ഒരു ചാച്ചിയുണ്ട്. ബിഗ് ബോസ് ചരിത്രത്തില് ആദ്യത്തെ വളിക്കഥയുടെ ഒരു തുടക്ക വിജ്ഞാതാവ് 34 ഇവിടുന്ന് ഒരു വളി പോലും വിടാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയിട്ട് വേണം ഒരു 1.5 വളി വിടാനേ എന്നാ പറഞ്ഞിട്ടുള്ളത്. അഖിൽമാരാറ് 2-3 ദിവസം മുമ്പ് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത മണപ്പിക്കൽ വീരനായിട്ട് ഒരു മുദ്ര കുത്തി ചാർത്തപ്പെട്ടിട്ട് ഒരു കിങ് ആയിട്ട് ഒരു പൊട്ടൻ കപ്പടിച്ചു എന്ന രീതിയിലേക്ക് ആളുകൾ പറയുന്നില്ലേ, അയാളാണ് ജിൻഡോ ചേട്ടനാണ്. പിന്നീട് ബിഗ് ലൂസായിട്ട് വിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ. ആൾക്കും വളിപ്പദവി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശോഭ ചേച്ചിക്ക് വളിക്കഥയിൽ നല്ലൊരു പങ്കുണ്ട്. രണ്ടാമത് കിങ്ങായി നിൽക്കുന്നത് എന്തായാലും 18 കണ്ടസ്റ്റന്റിന്റെ ഉറക്കവും നടത്തവും കിടത്തവും കൊളമാക്കിയ നമ്മുടെ ജിൻഡോ ചേട്ടനാണ്. അത് കഴിഞ്ഞ് ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ വളിക്കഥയുടെ തുടക്കക്കാരനായി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഒണിയൻ ചേട്ടൻ. പക്ഷെ ഇതിൽ PhD എടുത്ത 3 ആളുണ്ട്. റണ ഫാത്തിമ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. ഇനി ആവോളം എത്ര വേണമെങ്കിലും വിടാം. 2 ആദില ആൻഡ് നൂറയാണ്. ഇവരിങ്ങനെയുള്ള ലിസ്റ്റിലൊക്കെയാണ് എപ്പോഴും വന്ന് പേടുന്നത്. എന്തുകൊണ്ടാണ് ആവോ. എന്തായാലും ആ ചൂടേറിയ പ്രസംഗത്തിലേക്ക്, ആ ഒരു ചർച്ചയിലേക്ക് കിടക്കാം. ഒരു വളിക്കഥ. ഞാനാകെ 3 കൊല്ലം ജയിക്കാൻ തുടങ്ങിയിട്ട് 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ഇതൊക്കെയാണോ അത് വർക്കാവള്ള എന്തോ തകരാറുണ്ട്. ഇറങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കണം. അതല്ലല്ലോ ചോദിച്ചത്. അല്ല ഇല്ലാന്നുള്ളതാ ഞാൻ പറയുന്നുണ്ട്. സൗണ്ട് ഉണ്ടാവില്ല എന്നാണ് വരലില്ല. രണ്ടുമില്ല വരലേ ഇല്ല. 3 കൊല്ലത്തിന്റെ ഇടയിൽ ആകെ 2 വട്ടാണ് അത്ര നൂറ വളിയിട്ടുള്ളത്.
ബിഗ് ബോസ് 24 കട്ട് ചെയ്യാതെ ഇട്ടത് തന്നെ വലിയ കാര്യം കേട്ടോ. അതെല്ലാവരും കണ്ട് ഇതിനൊരു പോംവഴി എന്താണെന്ന് നൂറക്ക് പറഞ്ഞു കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരു ബെസ്റ്റാ. ചക്കക്കുരു അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ് അടിപൊളിയാണ്. കോഴിമുട്ട തിന്നുകയാണെങ്കിൽ ഉണ്ണി ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കൂടെ കിടക്കുന്ന ആളുകൾക്ക്. പിന്നെ പരിപ്പ് കറി, ഈ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചാൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ വരാതിരിക്കാറുണ്ട്. അപ്പൊ നൂറക്ക് ആ ഒരു യന്ത്രത്തിന് തകരാറാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇറങ്ങിയ പാടെ നേരെ അങ്ങ് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഗ്യാസിന്റെ 4 കുറ്റിയൊക്കെ വാങ്ങി വെക്ക്. അതിന്റെ വാൽവ് വർക്കിംഗ് അല്ല. ഞാൻ പറയട്ടോ ഒന്നും മിണ്ടാണ്ട്. നമ്മളിങ്ങനെ പക്ഷെ ഞാൻ അവളുടെ കൂടെ കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ച അതിൻ്റെ ഇടയിൽ വാൾവ് കംപ്ലൈന്റ് ആണ് നൂറുടെ. അതിലത് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളാം, ഞാൻ എൻ്റെ ഇത് കൂടി കൊടുത്തിട്ട് ബാലൻസ് ചെയ്തോളാം എന്ന് പറയുന്ന ഇടയിൽ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ അത് നിങ്ങൾ കേട്ടാ റണ ഫാത്തിമയുടെ എന്തൊരു കഥയുണ്ട് അല്ലേ? ആ കഥക്കല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? കേക്കാം. ഞങ്ങളങ്ങനെ തന്നെ കാറൊക്കെ ഓട്ടുന്ന സമയത്ത് ആരാണ് ഏറ്റവും സൗണ്ടിലുണ്ടാകുന്നത് എന്നിട്ട് ചോദിക്കും നല്ല മണല്ലേ എന്നെ ചീത്ത പറഞ്ഞാൽ പണിയൊക്കെ പോന്നിട്ട്. റണ ഫാത്തിമ ഈ കാറിലൊക്കെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോണ സമയത്ത് വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന വളികൾ ഇടാറുണ്ട് എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ എന്നിട്ട് സീറ്റ് ഇങ്ങനെ മാറ്റത്ര ഈ ഹോള് വീണിട്ടെ അമ്മാതിരി വളയാണ് വിടുന്നതെന്നാ പറയുന്നേ. അപ്പൊ അതിൽ വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനൊന്നല്ല, ഇവൾക്ക് വേണ്ടി ഞാനും ഇടാറുണ്ട്. മത്സരമാണ്, മത്സരം. നല്ല വളിക്കഥയല്ലേ? പല ആളുകളും ഇതിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് ഊളത്തരമാണ് സന്ദീപെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളാരെന്താ വളി ഇടാറില്ലേ? വളി എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല. ഗൾഫ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏമ്പക്കം വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വായിലൂടെ ഗ്യാസ് വിടാൻ പാടില്ല. കീഴ്വായി ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അവിടെ കീഴ്വായി എത്ര വേണമെങ്കിലും ഇടാം. ഇതൊക്കെ ഒരു മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളി വിടുന്ന ആളുകളുണ്ടാകാം, ഫാമിലിക്കൊക്കെ തിരുന്ന് തമാശയ്ക്ക് വിടുന്ന ആളുകളുണ്ടാകാം, ഭാര്യയുടെ അടുത്ത് വിടുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇത് എവിടെയും വിടാതെ ഒളിപ്പിച്ച് വെച്ച് ആരും കാണാതെ എന്ന് പറഞ്ഞ് വിടുന്ന ആളുകൾ ഉണ്ടാവാന്നുള്ളതാണ്. ഇതൊക്കെ സാധാരണ ഒരു വിഷയമാണ്. പക്ഷേ ഈ ഒരു സാധാരണ കാര്യം ഒരു അസാധാരണ കാര്യമായി മാറുന്നത് എങ്ങനെയാണ്? ഈ ചാനലിലെ പരിപാടി 3.5 കോടി ആളുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ റിയാസ് സലീമെ, നീ ഇത് കാണുന്നില്ലേ? നിന്റെ മഴവിൽ കുട്ടികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 72 ക്യാമറയിൽ ഒരു 4-5 ക്യാമറ ഫോക്കസ് ചെയ്ത് ഈ വളിക്കഥ അങ്ങ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരുന്നില്ല റിയാസെ? റിയാസ് പറയും അവന്റെ ഇംഗ്ലീഷ് കുറച്ച് ഉരുളക്കിഴങ്ങ് ചൂടോർക്കുന്ന വയലിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാസും കൊണ്ട് ഒന്നും വിട്ടിട്ട് അവൻ ഇത് നിസ്സാരമായി തള്ളും. അത്രേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം മാൻ. അടുത്തത് പറ്റാത്ത പിന്നെ എന്നെ വഴക്കുറി. ഞാൻ പൊട്ടിപ്പോയിക്കുന്നത് ഇല്ല ആരും ഇല്ലാത്തപ്പോ എടുക്ക് ഞാൻ ഒറ്റക്ക് ഇടക്കിടക്ക് വന്നു പെട്ടെന്ന്. എന്നിട്ട് ഞാൻ അഭിനയിക്കും വരാത്ത പോലെ. ഞാനും ഇല്ലാത്തടത്ത് നോക്കിട്ട് ഇട്ടിട്ട് വരും. പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് വളിയിടുന്ന കട്ടിക്ക് എത്ര മാന്യമായ കാര്യമാണ്. ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇടുന്നത് അല്ലേ? അവളുടെ അതൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു എന്നൊക്കെയാണ് നൂറുകളെന്ന് പറയുന്നത്. അമ്മതൊരു വളി. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാനില്ലേ? എന്റർടൈൻമെന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കരുത്. ബിഗ് ലൂസില് ഫുള്ള് അതേ ഉള്ളൂ, എന്റർടൈൻമെന്റേ ഉള്ളൂ. ലാലേട്ടൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു കേട്ടില്ലേ? അതായത് നിങ്ങൾ തുപ്പിയതും തുമ്മിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇനി എവിടെയും പറയാനോ അങ്ങനെ കുൽസിതത്തിന് ജഡ്ജ് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ എന്നുള്ളത് മാർക്കിടാൻ വയ്യത്തടേ. അതായത് ആ ഒരു നവീന്റെ വിഷയം ഒഴിവാക്കി, റന ഫാത്തിമ ആരും തമ്മിലുള്ള വിഷയം ഒഴിവാക്കി. ലാലേട്ടൻ പതുക്കെ അങ്ങ് തലയൂരി. ലാലേട്ടനും ഇത് കാണുന്നുണ്ടാവുമല്ലോ ഈ വളിക്കതൊക്കെ. എന്തിനാ വെറുതെ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ലാലേട്ടൻ പോലും വിചാരിക്കണ്ടാവും ഇവരെ ഞാൻ കൊണ്ടുവരില്ല വീട്ടിലേക്ക്. അപ്പോഴോ ലാലേട്ടൻ വീട്ടില് സാമ്പാറും പരിപ്പും വെച്ച പണിയാവല്ലോ എന്നുള്ളത് അല്ലേ? അങ്ങനെ തന്നെയാണ്. തിന്നിരിക്കണല്ലേ സൗണ്ട് വരില്ല, അത് കൺട്രോൾ ചെയ്യണം നമ്മള്. ആണക്കേടാ. അതെ സൗണ്ട് നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യണം. ആളുകളുടെ ഇടയിൽ ഇത് ഇടാൻ പാടില്ല. പണ്ടെങ്ങാനോ ഞാനൊരു വളിക്കഥയുടെ ഒരു കവിത കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അതായത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾക്ക് ഇത് മുട്ടുന്നു,
മുട്ടിക്കഴിഞ്ഞാൽ തുറക്കണമല്ലോ, തുറക്കാൻ പറ്റില്ല. ആള് പതുക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു കാറ്റായിട്ട് അങ്ങ് വിട്ടത്രേ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നു. ശബ്ദം ആരും കേട്ടിട്ടില്ല. നല്ല സുഗന്ധമുണ്ടത്രേ. ആരാണ് ആരാണ് ആരാണെന്നുള്ള നോട്ടം. മുഖത്തൊരു ഇളിമ്പ്യ ഭാവം കണ്ടു കഴിഞ്ഞാൽ അത് അവനാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അവനും ആരാണ് ആരാണ് ആരാണ്. പണ്ട് ഈ ദൂരദർശൻ ടി വിയിൽ ശക്തിമാൻ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ടി വി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു വീട്ടിൽ പോയി ടി വി കണ്ടപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയാണ് സംഭവം. ഇത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു ചെറിയൊരു കുറിപ്പാണ്. എന്തായാലും വളിക്കഥയല്ലേ, രസമല്ലേ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സത്യത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മാസ്ട്രിബ്യൂഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും വളിക്കഥ പോലെ ഒരു പൊതുസമൂഹത്തിന്റെ ഇടയിൽ വന്ന് പറയാറില്ല. അത് പറയുന്നതിൻ്റെതായിട്ടുള്ള ഒരു നാണക്കേട് എന്നൊരു തെറ്റാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുന്നിൽ വന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. എന്നാൽ ആദില നൂറ ഈ ഒരു വിഷയത്തിനെ ഒരുപാട് കോഡ് ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 24/7 പറഞ്ഞിട്ടുള്ളത്. കേൾക്കാം. പറയുന്നത് നീ പിടിച്ചെടുക്കാൻ. ഇപ്പൊ രണ്ടുപേരെ ഒരു ചീപ്പെടുക്കുന്ന പോലെയല്ല, തലയിരുന്ന പോലെയല്ല. ഒരാൾക്കും തലയിരാലോ, സ്വന്തം തലയിരാലോ. മനസ്സിലായില്ലേ? അതായത് ഒരു ചീപ്പെടുത്ത് നമ്മളിങ്ങനെ തല ചീവുമല്ലോ, വേറൊരാളുടെ ആവശ്യമില്ല നമുക്ക് തല ചീവാനേ എന്നാ പറഞ്ഞത്. സംഭവം മനസ്സിലായിട്ടില്ലേ? അതായത് പാർട്ട്ണറുടെ ആവശ്യമില്ലാതെ നമ്മൾ നമ്മളുടെ സെക്ഷൽ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ സ്ട്രക്സ് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് മാസ്ട്രിബ്യൂഷൻ. ഈ ഒരു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാലോ എന്നുള്ള ഒരു കാര്യം കോഡ് ഭാഷയിൽ അവിടെ ഇരുന്ന് പറയുകയാണെന്നുള്ളതാണ്. 24/7 മാത്രം കാണിച്ചൊരു പരിപാടി ആയതുകൊണ്ട് എപ്പിസോഡ് ചെയ്ത് വരാത്തത് കൊണ്ടും പല ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതില നൂറ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വളിക്കഥ പോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത്. ഓക്കെ, എനിക്കിതിനെ തെറ്റായിട്ടൊന്നും കാണാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം 72 ക്യാമറക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് 3.5 കോടി ആളുകൾ കാണുന്നതല്ലേ പറഞ്ഞത്, അവരുടെ മുന്നിലേക്കാണ് ഇടുന്നത് എന്നുള്ളതാണ്. എന്താ പറയാ, നമ്മൾ സ്ട്രെസ് വരുമ്പോഴാണ് തലയിരുന്നതൊക്കെ ഭയങ്കര ഇതായിരിക്കും. പെട്ടെന്ന് ഒറ്റക്കുള്ള തലയിരിലൊക്കെയാണ് ഈ സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന ഭയങ്കര ഇതൊക്കെയല്ലേ. അപ്പൊ ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ തലയിരാൻ തോന്നൂലല്ലേ. അങ്ങനെ, അതായത് വർക്കേ ആവുള്ള ചീപ്പ്. നൂറ അവിടെ നിന്ന് ചിരിക്കുകയാണ്. ഇവര് തന്നെ രണ്ടുപേരും ഒരുമിച്ച് ബാത്റൂമിൽ കുളിക്കാൻ കയറി, ആദില നൂറ. ആ ഒരു സമയത്ത് അനു വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തുറക്ക് തുറക്ക് തുറക്ക്. അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര നേരത്തിന്റെ ഉള്ളിൽ എന്നുള്ളത്. അപ്പൊ അനീഷ് ഒരു തമാശക്ക് പറയുന്നുണ്ട്, അതായത് സ്നേഹം കൊണ്ടാവുമെടാ എന്നുള്ളത്. രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുന്നത് വെള്ളം സേവ് ചെയ്യാനാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ക്യാമറയിലൂടെ തന്നെ കറക്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. എപ്പിസോഡിലില്ല, ഇതൊക്കെ 24/7 കാര്യങ്ങളാണ്. അപ്പൊ നിസ്കാരവൽക്കരിച്ച് പറയുന്ന പല കാര്യങ്ങളും 16+ എന്ന പ്രോഗ്രാമിലൂടെയാണ് എന്നും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. 16+ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണോ ഇത് ഹോട്ട്സ്റ്റാറിനും 16+ എന്ന് എഴുതി വെച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ ഹോട്ട്സ്റ്റാറൊക്കെ ഇവരെന്നെയാണ് എഡിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ വളിക്കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഈ വളിക്കഥ എന്ന് പറഞ്ഞ ഒരു മോശപ്പെട്ടൊരു കഥ ഒന്നല്ല, സംഭവം നല്ല രസമാണ്. എന്തായാലും റന ഫാത്തിമക്ക് അകത്തില്ല, പുറത്തിരുന്നിട്ട് വിശാലമായി കാറ്റും കൊണ്ട് എത്ര വേണമെങ്കിലും അത് ചെയ്യാലോ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളി. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.